നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാജ, ഇതാ എന്റെ മകളുടെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റ്. ചന്ദ്രേട്ടാ, അപ്പൊ പിന്നെ എവള് കാണിച്ച ലോക്കറ്റ് ആരുടെയാ? ഇവള് ലോക്കറ്റ് കാണിച്ചെന്നോ? അതല്ലേ ഇത്? നിങ്ങളെന്താ അച്ഛനും മോളും കൂടെ നമ്മളെ വിട്ടികളാക്കുകയാണോ? ഇത്തിരി മുന്നേ നീ കാണിച്ച ലോക്കറ്റ് ആരുടെയാ? ഇനി ഞാനൊരു സത്യം പറയാം. ഞാൻ ഇപ്പോഴത് ഓർത്തത്. അപ്പോ ഇത്ര നാൾ നീ പറഞ്ഞുകൊണ്ടിരുന്നത് അസത്യമായിരുന്നോ? പറ, കേൾക്കട്ടെ. എന്തായാലും ഞാൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ലോക്കറ്റും കിട്ടിയല്ലോ. ആട്ടെ, ഇത് നിന്റെ കയ്യിലുണ്ടായിരുന്നിട്ട് ഇത്രയും കോലാഹലം ഇവിടെ ഉണ്ടായിട്ടും നിന്റെ വായിലെന്താ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കായിരുന്നോ? ഇതേക്കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ ബഹളത്തിനിടയിൽ ഞാൻ മറന്നുപോയതാ. കുറച്ചുനാള് മുമ്പ് വിക്കിയുടെ കഴുത്തിനത് കിടക്കുന്നത് കണ്ടപ്പോ എനിക്കൊരാഗ്രഹം തോന്നി. അവളുടെ ഒരു ആഗ്രഹം വിക്കി അറിയാതെ ഞാനത് എടുത്തിരുന്നു. വിക്കിയോടുള്ള എന്റെ താല്പര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ ഞാനത് സൂക്ഷിച്ചു വച്ചിരുന്നതാ. അതാണിപ്പോ അച്ഛൻ കൊണ്ടുവന്നത്. ഓക്കെ, അതിന്റെ പേരിലുള്ള സമാധാനക്കുറവ് മാറിയല്ലോ. അതെ അതെ അതെ, പൂച്ച ആണായാലും പെണ്ണായാലും എലിയെ പിടിച്ചാൽ മതിയല്ലോ. ഈ ലോക്കറ്റിന്റെ പ്രതിസന്ധി ഇതോടുകൂടി അവസാനിച്ചില്ലേ? ദേ, മാധവൻ വലിയൊരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? സത്യത്തിൽ എന്റെ മോളല്ലേ ഇപ്പൊ മാധവനെ രക്ഷിച്ചത്? ആ, അത് ശരിയാ. താങ്ക്സ് ശ്വേത. പ്രതാപ, താൻ ആ ബോഡി കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. അമ്മ ആ ഫോൺ എടുത്തോളൂ. ഏയ്, അത് കുഴപ്പമില്ല. അത്ര തിരക്കുള്ള വിളിയൊന്നും അല്ല. ഓ, അതെടുക്ക്. ഏതെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. അതെങ്ങനെ തുടരെ തുടരെ വിളിക്കുന്നേ. അയ്യോ, ഞാൻ ഇന്നലെ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നുപോയി. ഫോൺ ഓഫായി. അമ്മയുടെ ആ ഫോണൊന്നും തന്നെ. ഒരു എമർജൻസി കോൾ ചെയ്യാനുണ്ടായിരുന്നു. ഒഫീഷ്യലാ. അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ അല്ലേ? ഒന്ന് തരാവോ? അത്യാവശ്യ. ഈ ഒരു നമ്പറിൽ നിന്ന് കുറേ തവണയായി വിളിച്ചോണ്ടിരിക്കുന്നെ. ആരാ ഇത്? ഹലോ ഹലോ മുത്തശ്ശി, കേൾക്കാമോ? ഹലോ ഹലോ, ആരാ ഇത്? ആരാ നിങ്ങളെ മുത്തശ്ശിന്ന് വിളിക്കാറുള്ളത്?
എന്നാ പിന്നെ കാര്യങ്ങൾ നമുക്കങ്ങ് അവസാനിപ്പിച്ചാലോ? എന്ത് കാര്യങ്ങള് മനസ്സിലായില്ലല്ലോ. ഞാൻ അമ്മയെ കുറച്ചു നാളായി ഒബ്സർവ് ചെയ്യായിരുന്നു. ഓർമ്മയുണ്ടോ ആദ്യമായി എന്നെ കാണാൻ വന്ന ദിവസം? ഉണ്ട്. അതങ്ങനെ മറക്കാൻ പറ്റുന്ന ദിവസമാണ്. എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓ, ഒന്ന് കണ്ടു നോക്ക്. അമ്മയ്ക്ക് ആളെ അറിയാമെങ്കിൽ പറയണം. ഓ, അതിനെന്താ, പറയാലോ. ഇങ്ങ് പോര്. ആളെ അറിയോ? മോളെ, മുത്തശ്ശി. അമ്മ ഇങ്ങ് വന്നേ. നിങ്ങളുടെ രണ്ടാളുടെയും കളി എവിടം വരെ പോകുന്നു ഞാനൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഒരാളെ കാണാനില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയിലല്ല അമ്മ ആദ്യമായി എന്റെ വീട്ടിൽ വന്നത്. വന്നപ്പോ തന്നെ അടുക്കളയിൽ കയറി എന്റെ മുത്തശ്ശനെ പാചകത്തിൽ സഹായിച്ചു. മാത്രമല്ല എനിക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ഒരു പോരായ്മയില്ലാതെ ഉണ്ടാക്കി തരികയും ചെയ്തു. വർദ്ധിച്ച ടെൻഷനിൽ ഒരു ഓഫീസറെ കാണാൻ വരുന്ന ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ ആയിരുന്നില്ല അമ്മയ്ക്ക്. ഹാപ്പിയായി എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തു. അത് ഞാൻ ശ്രദ്ധിച്ചൊരു അടിസ്ഥാന കാര്യമാണ്. ഒരു കൊച്ചുമകളെ നഷ്ടപ്പെട്ട ഒരു മുത്തശ്ശിയുടെ ദുഃഖം ആ സമയത്ത് യശോദമ്മയിൽ ഞാൻ കണ്ടില്ല. ആ സാഹചര്യത്തിൽ ഒരാളും ഒരു അന്യ വീടിന്റെ അടുക്കളയിൽ കയറില്ല. അതുമാത്രമല്ല, എന്റെ വീടിന്റെ മുന്നിൽ നിന്നും ബസ്സിനോ ഓട്ടോയ്ക്കോ മടങ്ങി പോവായിരുന്നിട്ടും യശോദമ്മ നടന്നു തന്നെ പോയി. ആ ഏരിപൊരി വെയിലത്ത് എന്തിനു വേണ്ടിയാണ് യശോദമ്മ നടന്നു പോയത്? ഉടൻ തന്നെ ഞാൻ അതുവഴി വരാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ. അത് കണ്ടിട്ട് എന്നിലൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യണം. ഇതായിരുന്നില്ലേ അതിന്റെ പിന്നിലെ ബുദ്ധി? ഒരു ഇമോഷണൽ ട്രാപ്പിംഗ്. തീർന്നില്ല, ഇനിയുമുണ്ട് യശോദാമ്മയിലേക്ക് എന്നെ നയിച്ച ഘടകങ്ങൾ വേറെയും. എന്റെ കൂടെ ആശുപത്രിയിലേക്ക് വന്നപ്പോഴുണ്ടായ സംഭവം വളരെ വിദഗ്ധമായും നാടകീയമായും അമ്മ കൈകാര്യം ചെയ്തു. മോർച്ചറിയിൽ ബോഡി കാണുന്നതിന് മുമ്പ് അമ്മ തളർന്നു വീണു. ഞാൻ അതും ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ എല്ലാ പ്ലാനും പിഴച്ചത് അഞ്ജലി മരിച്ചെന്ന് കേട്ടപ്പോഴാണ്. അപ്പോഴാണ് അമ്മയുടെ കാര്യങ്ങൾ കൈവിട്ടത്. അന്ന് മുതൽ ദേ ഇന്ന് ഈ നിമിഷം വരെ അമ്മ പോലീസിന്റെ ഒബ്സർവേഷനിലായിരുന്നു. അമ്മയുടെ ഫോൺ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അത് ഞങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ ഫോണിൽ നിന്ന് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതുമായിട്ടുള്ള എല്ലാ കോളുകളും സൈബർ സെല്ലിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് അഞ്ജലിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ശരിക്കും നിങ്ങളല്ല ഇമോഷണലി ട്രാപ്പ് ചെയ്തത്. ഞാനാണ് നിങ്ങളെ വരച്ച വരയിലൂടെ എന്റെ ചക്രവ്യൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. പറയൂ, ഇനി പറയൂ, എന്തിനായിരുന്നു നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്? എനിക്കറിയണം അതിന്റെ പിന്നിലെ കാരണങ്ങൾ. മാം, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി. ഞാനാ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. മുത്തശ്ശി വേണ്ടെന്ന് പറഞ്ഞതാ. എന്റെ മുന്നിൽ ഇതല്ലാതെ തൽക്കാലം വേറൊരു വഴിയും തോന്നിയില്ല. സോറി മാം, തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. എന്നെ ശിക്ഷിച്ചോളൂ, എന്നെ മാത്രം പ്ലീസ്. ഞാൻ കാരണം ഈ പ്രായത്തിൽ എന്റെ മുത്തശ്ശിയെ ജയിലടക്കരുത് മാഡം, പ്ലീസ്. അങ്ങനെയല്ല മോളെ, അവള് മാത്രമല്ല കുറ്റക്കാരി, ഞാനും കൂടിയാ.